യെസ്, അങ്ങനെ ഇന്ന് നമ്മുടെ ഇഷാൻ പണ്ഡിതയുടെ ബർത്ത്ഡേ ആണ്. ഇന്ന് അദ്ദേഹത്തിന് 26 വയസ്സ് തികയാണ്. എന്തായാലും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് താരമാണ്, ഇന്ത്യൻ താരമാണ്. എന്തായാലും എല്ലാവരും അദ്ദേഹത്തിന് കമൻറ്റ് ബോക്സിൽ ഹാപ്പി ബർത്ത്ഡേ വിഷ് നേരുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. എടുത്ത് പറയേണ്ട കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം FC ഗോവയിൽ നടത്തിയ പെർഫോമൻസ് എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. ആ ഒരു പെർഫോമൻസിലൂടെ അദ്ദേഹം ഒരു സൂപ്പർ സബ് എന്നൊക്കെ പേരിലൊക്കെ അറിയപ്പെട്ടു. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നപ്പോൾ അതിൻ്റെ നിഴല് പോലും നമുക്ക് കാണാൻ സാധിച്ചില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ടായിരിക്കും. നമുക്കറിയാം ഇവാൻ വുക്കോമനോവിച്ചിൻ്റെ സിസ്റ്റത്തിൽ അദ്ദേഹം ഇന്ത്യൻ സ്ട്രൈക്കർമാരെ അത്ര ഉപയോഗിക്കാറില്ല. സോ അതുകൊണ്ട് തന്നെ ഇഷാൻ പണ്ഡിതയ്ക്കും വലിയ സ്ഥാനം കണ്ടെത്താൻ സാധിച്ചില്ല. ഇനി പുതിയ വരുന്ന കോച്ചിൻ്റെ കീഴിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിൽക്കുകയാണെങ്കിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. കാരണം അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല ഫിനിഷിംഗ് സ്കില്ലുള്ള ഒരു വ്യക്തിയാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വേൾഡ് കപ്പ് താരമായ, അതായത് ഇന്ത്യയിൽ നടന്ന ഒരേ ഒരു വേൾഡ് കപ്പും അതുപോലെ ഇന്ത്യ പങ്കെടുത്ത ഒരേ ഒരു വേൾഡ് കപ്പും അണ്ടർ-17 വേൾഡ് കപ്പാണ്. ആ ഒരു ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു അമർജിത് സിംഗ് ഗിയാം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം RFDL, അതായത് ഈ റിലയൻസിൻ്റെ യൂത്ത് ലീഗ് ജയിച്ച പഞ്ചാബ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം. എന്തായാലും അദ്ദേഹത്തെ ഇപ്പോൾ മുഹമ്മദ് SC ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം യങ് സൈഡിനൊക്കെ വേണ്ടി എപ്പോഴും നല്ല രീതിയിൽ കളിക്കുന്ന ഒരു താരമാണ്. പക്ഷേ ഒരു സീനിയർ ലെവലിലേക്ക് വരുമ്പോൾ അതിൻ്റെ പെർഫോമൻസിൻ്റെ നിറം ചെറുതായിട്ടൊന്നും മങ്ങാറുണ്ട്. സോ എനിക്കറിയില്ല, ഒരുപക്ഷെ നല്ല രീതിയിൽ ഇത്രയും പെർഫോം ചെയ്തിട്ട് പോലും എന്തുകൊണ്ടാണ് പഞ്ചാബ് അദ്ദേഹത്തെ വിട്ടുകൊടുത്തതെന്ന്. കാരണം RFDL റിലയൻസിൻ്റെ യൂത്ത് ലീഗൊക്കെ ജയിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. നമുക്കറിയാം ഈസ്റ്റ് ബംഗാളിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ ടോപ്പിൽ കളിച്ച്, അതായത് വിഷ്ണു പോലുള്ള താരങ്ങളൊക്കെ ആ ഒരു ഈ കളിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു താരങ്ങളോടൊക്കെ എതിരിട്ടാണ് അവർ ആ ഒരു യൂത്ത് ലീഗ് ജയിച്ചത്. സോ അത്രയും മികച്ച രീതിയിൽ കളിച്ചൊരു താരമാണ് അമർജിത് സിംഗ് ഗിയാം. അവരുടെ ക്യാപ്റ്റനുമായിരുന്നു. സോ അദ്ദേഹത്തെ എന്തിനു വിട്ടുകൊടുത്തു എന്നറിയില്ല. എന്തായാലും മുഹമ്മദ് SC നടത്തിയൊരു നല്ല സൈനിങ് ആയിരിക്കും അവരുടെ മിഡ്ഫീൽഡിലേക്ക് അമർജിത് സിംഗ് ഗിയാം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം സീനിയർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ചെറുതായിട്ടൊന്നും താഴും. സോ അതിനി ഉണ്ടാകില്ല നമുക്ക് വിചാരിക്കാം.